നമുക്ക് ഇന്ത്യയെ രക്ഷിക്കണം, ഈ നാട് രക്ഷിക്കണം. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഡൽഹിയിലെ മലയാളി വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ. കെ സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഡൽഹിയിലെ ഒരുപാട് മലയാളികളെ കണ്ടു, അല്ലാത്ത ആളുകളോടും സംസാരിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം? വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഞങ്ങൾ കോൺഗ്രസ്സുകാരായവരോടും കോൺഗ്രസ്സുകാരല്ലാത്തവരോടും മുൻ കോൺഗ്രസ്സുകാരോടും പിൻ കോൺഗ്രസ്സുകാരോടും ഒക്കെ ഞങ്ങൾ കണ്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അവർ പഴയ രാഷ്ട്രീയ ശൈലിയിൽ നിന്നും ചിന്തയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുതിയ ലൈനിലേക്ക് വന്നിരിക്കും. ഇവിടെ മണിപ്പൂരൊക്കെ കഴിഞ്ഞ സംഭവങ്ങൾ മനുഷ്യ മനസ്സിലുണ്ടാക്കിയ മാറ്റങ്ങൾ ചെറുതല്ല. ഇവിടെ മതേതരത്വം അതിൻ്റെ കോവിലാണ് ഇന്ത്യ. ആ മതേതരത്വം തകർത്ത് ഇവിടെ മതപരമായ വർഗീയതയുടെ ചട്ടക്കൂടിൽ ഇന്ത്യ രാജ്യത്തെ കെട്ടിത്തൂക്കാൻ നടത്തിയ ഒന്നാമത്തെ ഫാസിസ്റ്റ് പ്രവർത്തനമാണ് മണിപ്പൂർ. അതിനെതിരായി ഇവിടുത്തെ ഒരു പ്രധാനമന്ത്രി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല, ഒരു അക്രമികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത്രയും നിർലജ്ജമായൊരു സംഭവം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നടക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കില്ല. അതൊക്കെ ആളുകൾ വിലയിരുത്തുന്നു. ഞങ്ങളെല്ലാ വോട്ടർമാരെ കണ്ടും ഞങ്ങളത് അവരെ ഓർമ്മിപ്പിക്കുന്നു. ഇതൊക്കെയാണ് BJPയുടെ പ്രവർത്തനം. അതിനെതിരാണ് നമ്മുടെ പോരാട്ടം. ആ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം കൈകോർക്കണം. എല്ലാ അമ്മമാരും സഹോദരിമാരും അടക്കം വളരെ സ്നേഹത്തോടു കൂടിയാണ് നമ്മളോട് പ്രതികരിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ഫുൾ കോൺഫിഡൻ്റ് ആണ് ഈ പ്രദേശത്ത് നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കും. കോൺഗ്രസിൻ്റെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി കനയ്യകുമാർ ഇവിടെ മത്സരിക്കുന്നുണ്ട്, ഡൽഹിയിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ കനയ്യകുമാറിനുമായി ഒന്ന് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു. എന്താണ് കനയ്യകുമാറിൻ്റെ പറ്റിയുള്ള പ്രതീക്ഷ? കനയ്യകുമാറിൻ്റെ പ്രതീക്ഷ, കനയ്യകുമാർ വളരെ അഡ്വാൻസ്ഡ് ആണ്. അവിടെ ജനങ്ങളുടെയൊക്കെ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ ഞാനവിടെ പോയില്ല. ഫോണിൽ ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ നാളെ ഞങ്ങൾ പോവുകയാണ് അവിടെ. ഞങ്ങളവിടെ ഞങ്ങൾ പോകാതെ തന്നെ അദ്ദേഹത്തിന് അനുകൂലമായൊരു ട്രെൻഡ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അദ്ദേഹം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ്. ചെറുപ്പക്കാരൻ, വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരാൾ, എല്ലാറ്റിനും എന്തൊരു ത്യാഗം വഹിക്കാൻ ചെക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും അദ്ദേഹം ഒരു ആവേശമാണ്. ആ ആവേശം ഇനിയും അത് ഉയരുക അല്ലാതെ താഴോട്ട് പോവില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഹി വിൽ വിൻ. ശുഭപ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കുവെക്കുന്നത്. എന്തായാലും ഡൽഹിയിലെ ഈ മത്സരം കടുക്കുകയാണ്, ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്.